നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഡേറ്റാസും നിങ്ങൾ അറിയാതെ തന്നെ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്യാമറ ആക്സസ് ചെയ്യാം, ഈ ഒരു ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസുകൾ, നിങ്ങളുടെ വാട്സ്ആപ്പ് മെസ്സേജുകൾ, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം തന്നെ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മറ്റൊരാളുടെ ഫോൺ അയാൾ അറിയാതെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാനും അത് ആക്സസ് ചെയ്യാനും പറ്റുന്നത് എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ഇതേപോലെ ഈ ട്രിക്ക് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഡേറ്റാസ് ചോരുന്നുണ്ടോ? അങ്ങനെ ചോരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടെക് റീൽസുകളാണ് എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു ടെക്കിഫൈഡ്സ് പേജിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ എല്ലാ ദിവസവും വേണമെങ്കിൽ ടെക്കിഫൈഡ്സ് ഫോളോ ചെയ്യുക. ഇതിനു വേണ്ടി നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്നോ അല്ലെങ്കിൽ അഡ്മിൻ ആപ്പ് എന്നോ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് മൈ ഡിവൈസസ് ഒഴികെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് അവിടെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ആക്കുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഹിഡൻ ആപ്സിലും എല്ലാം കിടപ്പുണ്ടായിരിക്കും, അത് പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ചിലപ്പോൾ പേരന്റൽ കൺട്രോൾ ആയിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഈ ഒരു പാസ്വേഡ് അടിച്ചാലേ ചിലപ്പോൾ നമുക്ക് ഈ ഒരു അഡ്മിൻ ആപ്സിലേക്ക് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫോണിലുള്ള ഡേറ്റാസ് ഒക്കെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഫോണിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ബാക്കപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോൺ റീസ്റ്റോർ ചെയ്യുക. അത് മാത്രമാണ് ഏറ്റവും മെയിനായിട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുവഴി നിങ്ങളുടെ ഫോണിലെ ഡേറ്റാസ് ഒക്കെ ആരെങ്കിലും ചോർത്തുന്നുണ്ടെങ്കിൽ കണ്ടത് വരെ അങ്ങ് പോട്ടെ, ഇനിയും കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട.